Hello and welcome to another episode of Unlocking Your Vocabulary with Mum and Sons Company. ക്രിസ്മസ് അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീരീസിലെ മറ്റൊരു വാക്കുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്നത്തെ വാക്കാണ് വണ്ടർ. WONDER. വണ്ടർ എന്ന വാക്കിന്റെ അർത്ഥം അത്ഭുതം എന്നാണ്. 7 അത്ഭുതങ്ങൾ, 7 wonders of the world. ഈ വാക്ക് ഒരു നൗൺ ആയിട്ടും ഒരു വേർബായിട്ടും ഉപയോഗിക്കാം. നൗൺ എന്ന രീതിയിൽ വരുമ്പോൾ വിസ്മയം എന്നാകും. അതായത് ഒരു ഫീലിങ്ങിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് അതൊരു നൗൺ അല്ലെങ്കിൽ നാമത്തിൽ വരുമ്പോൾ വണ്ടർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വേർബായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ക്രിയയാണ്. അതുകൊണ്ട് ഇത് വിസ്മയപ്പെടുക, വിസ്മയിപ്പിക്കുക, ആ രീതിയിലാണ് വണ്ടർ എന്ന് വരുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസിൽ ഇതൊന്ന് കേട്ടു നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ആസ് എ നൗൺ. The children stared at the sparkling Christmas tree in wonder. സ്പാർക്കിൾ ചെയ്യുന്ന ക്രിസ്മസ് ട്രീയിൽ കുട്ടികൾ വിസ്മയത്തോടുകൂടി നോക്കി. അത് അവരുടെ ഫീലിങ്ങിൻ്റെ പേരല്ലേ, അതുകൊണ്ടാണ് അതവിടെ ഒരു നൗൺ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്കൊരു വേർബിൽ പറഞ്ഞു നോക്കാം. I wonder whether it will rain on the Christmas Eve this year. ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി ഈ കൊല്ലം മഴ പെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്, എന്ന് ഞാൻ വിസ്മയിക്കുകയാണ്. മഴ പെയ്യണ്ട അല്ലേ? ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. നിങ്ങളൊരു സെൻറ്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച വാക്കുകൾ എഴുതി വെക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഡേ 1 മുതലുള്ള വാക്കുകൾ ക്വിക്കായിട്ട് ഓടിച്ചൊന്നൊരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് വന്ന് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. Thanks for growing with Mum and Sons Company. See you with another one. Bye. Good luck.